നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പറ സ്വാഗതം. അന്നക്കുട്ടി ചേച്ചി മാത്രം അത് പഠിച്ചിട്ടില്ല. സ്വാഗതം പഠിച്ചിട്ടൊക്കെയുണ്ട്. കൊണ്ടുപോവാ. ഞങ്ങള് റേഷൻ കട വരെ പോട്ടോ. റേഷൻ കട അന്നക്കുട്ടി ചേച്ചി എന്തോ ചെയ്യുന്നേ? വെച്ചോ വെച്ചോ. അപ്പോൾ നമ്മൾ അരിയൊക്കെ മേടിച്ചെടുത്തേ. അരി അപ്പോൾ റേഷൻ കടയിൽ ബ്ലാക്കിൽ അരി മേടിച്ച് കിലോയ്ക്ക് 34 രൂപയാണ് കേട്ടോ. ഇതിലും ഭേദം നമുക്ക് അല്ലാതെ മേടിക്കുന്നതായിരുന്നല്ലേ അമ്മ? അതെ. അപ്പം 170 രൂപ. അപ്പം ഞങ്ങളുടെ കയ്യിൽ അവിടെ ഗൂഗിൾ പേ ഉണ്ടെന്ന് ഓർത്തിരുന്ന, പക്ഷെ ഗൂഗിൾ പേ ഇല്ലായിരുന്നു. അപ്പം അന്നക്കുട്ടി ചേച്ചിയുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട് 170 രൂപ കൊടുത്തു. ഇനി അത് ചേച്ചി വരുമ്പോൾ തിരിച്ചു കൊടുക്കണം കേട്ടോ. സംഘമൊക്കെ കഴിഞ്ഞിട്ട് കസാരയൊക്കെ എടുത്ത് ഉള്ളിലേക്ക്. അതെ. അപ്പം ഞാൻ ഒരു സ്ഥലം വരെ പോവാണ്. ഇത് ഏലിക്കുട്ടിയമ്മയുടെ കൈ കോക്കയായിട്ട് വരുന്നു. നാളെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. എന്ത് ചെയ്യൂ അമ്പടിച്ചേട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോയിട്ട് വരാം. ഞാൻ നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോകണം കേട്ടോ രാജകുമാരിക്ക്. അപ്പോൾ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാം. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പോരെ. ഓക്കെ. അവിടെ രാജകുമാരി പോരുന്നുണ്ടോ? എന്തിനാ? സാധനം മേടിക്കാൻ. പാടാ മിഠായി മേടിച്ചു തരാമല്ലോ രാജകുമാരിക്ക്. ഈ താഴെ തറവാട്ടി വന്നിട്ടുണ്ട്. 4:35 കേട്ടോ ബസ്. ഇവിടെ വന്നിട്ട് ബസ്സിൻ്റെ ടൈം നോക്കി. എബനേസർ ഇവിടെയുണ്ട്. ഹായ് ഹായ് പറയൂ. അപ്പോൾ നമുക്ക് പോവാം. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോവാം. ഓക്കെ. അങ്ങനെ നമ്മൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇച്ചിരി നേരത്തെയാണ് കേട്ടോ. അങ്ങനെ നമ്മളത് ഈ രാജകുമാരിക്ക് പോകാനായിട്ട് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം വന്ന് ആ ഫ്രണ്ടിലെ സീറ്റിലിരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു ചേച്ചി, വേറൊരു ചേച്ചി വന്നിരുന്നു കേട്ടോ, ബംഗാളി ചേച്ചി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇവിടെ ഇരുന്നിട്ട് അങ്ങ് വീഡിയോ എടുക്കാമെന്ന്. പിന്നെ കമൻറ്റിലൊക്കെ പറയാറുണ്ടല്ലോ ഞാൻ എവിടെ പോയാലും ഇച്ചിരി ലേറ്റായിട്ടാണ് പോകുന്നത്, സമയത്തിന് പോവില്ല എന്ന്. വേറൊന്നും അല്ല, കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ആയിക്കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് താമസിച്ചു പോകും. അതുപോലെ തന്നെ അമ്മച്ചിയാണെങ്കിലും ഇപ്പോൾ കൂടെ വരുന്ന ഒരാളാണെങ്കിലും അവർ കുറച്ച് ലേറ്റായാൽ നമ്മളും ലേറ്റായി പോവും. അത് സ്വാഭാവികം. എങ്കിലും ഞാൻ എത്തേണ്ടടുത്ത് ഓടിപ്പിടിച്ചാണെങ്കിലും എത്തുന്നുണ്ട്. അതാണ് വേറൊരു കാര്യം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിത് രാജകുമാരിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇറങ്ങണം. അപ്പോൾ കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കണം. അപ്പോൾ ഇന്ന് രാജകുമാരിയിൽ സൺഡേ ആയതുകൊണ്ട് തന്നെ മലയാളികളെ കാണാനേ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ നീതി സ്റ്റോറിൻ്റെ ഫ്രണ്ടിൽ പോയി. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ കുറേ കൂർക്കയും മധുരക്കിഴങ്ങൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ വാങ്ങാമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനിങ്ങനെ കയറിയതാണ്. അപ്പോൾ തിരിച്ചിറങ്ങിയപ്പോൾ പൈസ ചോദിച്ചപ്പോൾ 50 രൂപയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എന്ന്. അങ്ങനെ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. പയറെടുത്തു, പിന്നെ കടലയെടുത്തു, ചെറുപയറെടുത്തു. വെളിച്ചെണ്ണയ്ക്ക് ഇപ്രാവശ്യം ഇല്ലായിരുന്നു. പിന്നെ ഞാൻ സോപ്പ് എടുക്കാനായിട്ട് ഫ്രണ്ടിലേക്ക് പോകണം, പാത്രം കഴുകുന്നത്. അങ്ങനെ സോപ്പൊക്കെ എടുത്തു. പിന്നെ കുളിക്കുന്ന അലക്കുന്ന സോപ്പൊക്കെ നമ്മൾ അടിമാലി പോയപ്പോൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്ക് എന്തോരം വേണമല്ലേ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങ് നടന്നു പോവാണ്. കുറേയൊന്നും എടുത്തില്ല, അത്യാവശ്യം കുറച്ച് സാധനം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ പോയി ബില്ലടിക്കാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുകയാണ്. അതിന് ഈ പ്രാവശ്യം നീതി സ്റ്റോറിൽ അധികം ആൾക്കാരൊന്നും ഇല്ല. അതുകൊണ്ട് വേഗം തന്നെ സാധനമൊക്കെ എടുത്തിട്ട് ബില്ലൊക്കെ അടിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഈ പറഞ്ഞാൽ മധുരക്കിഴങ്ങിനൊക്കെ വില ചോദിച്ച ശേഷം ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ച് നടക്കുകയാണ് ഫ്രണ്ടിലേക്ക്. അപ്പോൾ നമ്മൾ വന്ന ആ വണ്ടി രാജകുമാരി വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ വണ്ടിയിൽ തന്നെ കയറി. ആ വണ്ടിയിൽ ഇരുന്ന് ആദ്യം ഇരുന്ന സീറ്റിൽ തന്നെ ഇരുന്നു. പരിപാടി ആണോ? വെന്തോടാ? വെത്തോ നോക്കണോ? ഞാൻ നോക്കാൻ വേണേ. ഇവിടെ ചാമയൊക്കെ ഉണ്ടായി അടിപൊളിയായിട്ട് കിടപ്പുണ്ട് കേട്ടോ. ഒരുത്തൻ താഴെ നിന്ന് തോർത്ത് കെട്ടിക്കൊടുത്തേക്കുന്നു. അടിപൊളി, നല്ല ചുമന്നത്.
വീഴുന്നത് കാണിച്ചു വിടും. എബനേസർ വരുന്നുണ്ടല്ലേ. ഒട്ടിയിരിക്കാനവിടെ സൂക്ഷിച്ച് തീർന്നാ. ആ പയ്യെ പയ്യെ. കഴിക്കാനാണോ ഓർമ്മ രണ്ടെണ്ണം തരാം. ഇല്ല കഴിക്കാനല്ലോ ഉപ്പിലിടാൻ. ആ ചാമ്പിങ് കുറച്ച് ഉപ്പിലിടാൻ പോകണോട്ട് കുഴഞ്ഞുകൂടാ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുകയും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിരുന്നു. അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ. കുറച്ചും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നാളെ ആശുപത്രിയിൽ പോകണം. എല്ലാവരും പ്രാർത്ഥിക്കണം എത്രയും വേഗം എല്ലാം കാര്യങ്ങളും ശരിയാവാൻ വേണ്ടിയിട്ട്. ഞാനും തിരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഓക്കെ അപ്പോൾ ബൈ.